കളിച്ചിരി തമാശകളും മനോഹര പ്രകടനങ്ങളുമായി കുട്ടിക്കാലം മാർക്ക് കിട്ടുന്ന മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കില്ലേ? ഇൻക്രെഡിബിൾ കേട്ടോ. 100 on 100 for ആവണിക്കുട്ടി today. Unbelievable. ഇത് രസമായിട്ടാ പാടിയിരിക്കുന്നത്. മായ എന്ന ചിത്രത്തിലെ ജാനകിയെ ആലപിച്ച ഗാനവുമായാണ് ദുർഗക്കുട്ടി എന്ന് വാണിയമ്മയുടെ കൊച്ചുകുട്ടി കാലങ്ങളിൽ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ശബ്ദമായിരിക്കും കേട്ടോ. ഇതില് വാരണ വിടുവാൻ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. തമ്പി സാറിനെ വിളിച്ചാലോ? താരങ്ങളും വിധികർത്താക്കളും തമ്മിലുള്ള രസനിമിഷങ്ങളാണ് വേദി. കുറുമി കയ്യിലുണ്ടോ? അത് കുടുമി. പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് എസ്തർ എന്ന് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ അഫ്സലും ജോത്സനും ചേർന്ന് ആലപിച്ച ഗാനം ഞാൻ ഉപയോഗിക്കാറുണ്ട്. നരച്ച സ്ഥലത്തൊക്കെ ടച്ച് നന്നായിരുന്നു. കണ്ണൂർ ഡീലക്സ് എന്ന പഴയകാല ചിത്രത്തിലെ ഗാനവുമായാണ് സാരം ആ താളത്തിൽ കുറച്ചൊന്ന് വലിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ്. എനിക്ക് തിരിച്ചെന്റെ വീട്ടിൽ പോയതും അച്ഛന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരുപാട് ഫീലിങ്സ് ഇങ്ങനെ വരികയാണ്. ആ കാലത്തിന്റെ മണമുള്ള പാട്ടാണ്. ആ മണം അതുപോലെ തന്നെ ആര് പാടിയപ്പോ കിട്ടി? ഞാൻ പാടിയപ്പോ കിട്ടി. കണ്ണൂർ എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് ദിയക്കുട്ടി എന്ന് ടോപ്സ്. എപ്പോഴും ദിയക്കുട്ടി പാടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഫീൽ ഫസ്റ്റ് ആൻഡ് സിംഗ് നെക്സ്റ്റ് എന്നുള്ളതാണ്. രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസും കെ എസ് ചിത്രം ചേർന്നാലപിച്ച ഗാനമാണ് വീണ്ടും എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് പാർത്ഥിവ് എന്ന ടോപ്പ് സിംഗർ. ഒരു ലൈൻ പാടുമ്പോഴും ഞാൻ ടെൻഷനിലാണ്. എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷനിലാക്കണ? കുട്ടുമണി മറ്റേ മുകളിലേക്ക് പൊക്കിയടിക്കില്ലേ ക്രിക്കറ്റില്? മുകളിലേക്ക് പൊക്കിയടിച്ച് അപ്പച്ചന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം മനോഹരമായ ഹൈറ്റിൽ പോകുമ്പോ ക്യാച്ച് ചെയ്യുന്ന വെച്ചിരിങ്ങനെ നമ്മളിങ്ങനെ പക്ഷെ ക്യാച്ച് ചെയ്തു. It is going to be 100 on 100 for Kutumadi today.